എല്ലാവർക്കും നമസ്കാരം. എന്റെ അർപ്പണബോധമുള്ള എല്ലാ പിന്തുണക്കാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 18 ബുധനാഴ്ചയാണ്. ഇന്നലെ വരാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ സമയം ഒട്ടും കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിവെക്കാമെന്ന് കരുതി. ഇന്നലെ കുറച്ച് തിരക്കുകളിലായിരുന്നു, അതുകൊണ്ടാണ് ലൈവ് വരാൻ കഴിയാതിരുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ച് പുതിയ റിപ്പോർട്ടുകൾ ഒന്നുമില്ല, പക്ഷേ ആരും പേടിക്കേണ്ടതില്ല. നമ്മുടെ സിഒ ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം എവിടെയും പോയിട്ടില്ല. അദ്ദേഹം അണിയറയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായ സമയമാകുമ്പോൾ അദ്ദേഹം നമുക്ക് അപ്ഡേറ്റുകൾ നൽകും. അത് നിങ്ങളുടെ ബാക്ക് ഓഫീസിലെ പ്രസക്തമായ ഭാഗങ്ങളിൽ ലഭ്യമാകും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച വിഷയം സപ്പോർട്ട് അഥവാ പിന്തുണ എന്നതാണ്. കാരണം എന്നത്തേക്കാളും ഉപരിയായി ഇപ്പോൾ നമുക്കെല്ലാവർക്കും പിന്തുണ ആവശ്യമാണ്. അത് വ്യക്തിപരമായ കാര്യത്തിലായാലും നമ്മുടെ ഗ്രൂപ്പുകളുടെ കാര്യത്തിലായാലും ചെറുതോ വലുതോ ആയ കൂട്ടായ്മകളുടെ കാര്യത്തിലായാലും ഏതൊരു ബിസിനസ്സിന്റെയും വളർച്ചയ്ക്ക് പിന്തുണ എന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു ബിസിനസ്സിനുള്ളിലെ ആളുകൾക്ക് വളരാനും ഇത് വളരെയധികം സഹായിക്കുന്നു. ശരിയായ ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഇല്ലാതെ ഒരു ബിസിനസ്സിനും ശരിയായി നിലനിൽക്കാൻ കഴിയില്ല. ഉപഭോക്താക്കളെ നിലനിർത്തുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതെല്ലാം വന്നെത്തുന്നത് ഒരു കാര്യത്തിലാണ്, അതായത് കസ്റ്റമർ സപ്പോർട്ട്. ബിസിനസ്സിന്റെ വിജയത്തിന് ഇത് പ്രധാനമാണ്. അതുപോലെ തന്നെ ജീവനക്കാർക്കും പിന്തുണ ആവശ്യമാണ്. സമ്മർദ്ദവും കഠിനമായ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ പിന്തുണ ലഭിക്കുന്നത് എല്ലാവരിലും വലിയ മാറ്റമുണ്ടാക്കും. എന്റെ സുഹൃത്ത് കലിസ്ട്രോ ഇവിടെയുണ്ട്. നിങ്ങൾ അയക്കുന്ന ഇമെയിലുകൾക്ക് നന്ദി. ഞാൻ അവ പതുക്കെ കണ്ടുവരികയാണ്. അത് തുടരുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ സപ്പോർട്ട് ഇത്ര പ്രധാനമാകുന്നത്? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ബിസിനസ്സിന്റെ പ്രവർത്തനം, വൈകാരികത, ഉപഭോക്താക്കൾ എന്നിവയെ എല്ലാം ഉൾക്കൊള്ളുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്തുണ എന്നത് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങൾ തനിച്ചാണെങ്കിലും മാനേജ്മെന്റിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഉപഭോക്താവാണെങ്കിലും ശരിയായ ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുക എന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വളർച്ചയ്ക്കും ദീർഘകാല നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് ഇത് ദീർഘകാല നിലനിൽപ്പിന് സഹായിക്കുന്നത്? കാരണം ആളുകൾക്ക് സഹായം ലഭിക്കുന്നു, അവർക്ക് മറുപടികൾ ലഭിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ലഭിക്കുന്നു. ഇതില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ബിസിനസ് ഇല്ല. കാരണം ആളുകൾ വഴിതെറ്റിക്കപ്പെടും, തെറ്റായ വഴികളിലൂടെ അവർ പോകും. അതിലുപരിയായി ബിസിനസ്സിന്റെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇത് പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ കുറയ്ക്കുകയും ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ വിശ്വസ്തത ശക്തിപ്പെടുത്തുകയും വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് കരുത്ത് നൽകുകയും ചെയ്യുന്നു. ബിസിനസ്സിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ജോണി ലിൻഡയുടെ പുതിയ പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചാനലിൽ ലഭ്യമാകും. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി വിശദമായി നോക്കാം. പ്രവർത്തനക്ഷമതയും ഉൽപ്പാദനക്ഷമതയും എങ്ങനെ മെച്ചപ്പെടുന്നു? HR, ലെ ആയാലും യ ആയാലും ബിസിനസ്സിനുള്ളിലെ ഇത്തരം സപ്പോർട്ട് സിസ്റ്റം പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുന്നു. ഇത് ജീവനക്കാരെ സന്തോഷവാന്മാരാക്കുന്നു. ഉപഭോക്താക്കളുടെ വിശ്വസ്തതയും വളർച്ചയും മറ്റൊരു പ്രധാന കാര്യമാണ്. മത്സരബുദ്ധിയുള്ള വിപണിയിൽ മികച്ച കസ്റ്റമർ സപ്പോർട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വേറിട്ടു നിർത്തും. അത് വിശ്വാസം വളർത്തുകയും ഉപഭോക്താക്കളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയും, കാരണം നിങ്ങളുടെ ബിസിനസ്സിന്റെ നിലനിൽപ്പ് അവരിലാണ്. സംതൃപ്തരായ ഉപഭോക്താക്കൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചാരകരാകും. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഉള്ളവരെ നിലനിർത്തുക എന്നത്. അടുത്തതായി മാനസികാരോഗ്യവും കരുത്തും. ബിസിനസ്സിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാറില്ല, പക്ഷേ നല്ലൊരു സപ്പോർട്ട് നെറ്റ്വർക്ക്, മെന്റർമാർ, സുഹൃത്തുക്കൾ എന്നിവരൊക്കെ ബിസിനസ്സിലെ ഉയർച്ചതാഴ്ചകളിൽ നിങ്ങളെ സഹായിക്കും. ഒറ്റപ്പെടൽ ഒഴിവാക്കാനും മാനസികക്ഷേമം ഉറപ്പാക്കാനും ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ചെയ്യുന്നതും അതുതന്നെയാണ്. ലൈവ് വീഡിയോകളിലൂടെ നമ്മൾ ആളുകളെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. അത് മുന്നോട്ട് പോകാനുള്ള മാനസിക കരുത്ത് നൽകുന്നു. നമുക്കെല്ലാവർക്കും നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഉണ്ടാകാം. ബിസിനസ് മാത്രമല്ല നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നത്, ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളും കാരണമാകാം. പക്ഷേ ശരിയായ സുഹൃത്തുക്കൾ ചുറ്റുമുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഉയർത്താൻ സഹായിക്കും. ബിസിനസ്സിലെ വിജയത്തിന് ഇതെല്ലാം പ്രധാനമാണ്.
തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പിന്തുണയ്ക്ക് വലിയ പങ്കുണ്ട്. പരിചയസമ്പന്നരായ ആളുകളിൽ നിന്നുള്ള ഉപദേശങ്ങൾ തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ കാഴ്ചപ്പാടുകൾ നൽകും. നമ്മുടെ സിഇഒ ആഷ് മുഫാരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വർഷങ്ങളായി ഈ മേഖലയിലുള്ള താൻ വിശ്വസിക്കുന്ന ആളുകളോട് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്. തീരുമാനങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇത് അദ്ദേഹത്തെ സഹായിക്കുന്നു. നമുക്കും അത്തരത്തിൽ ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ സംസാരിക്കുന്നവരിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നു. ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അവസാനമായി സാമ്പത്തികവും സാങ്കേതികവുമായ കാര്യങ്ങൾ. കൃത്യമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാമ്പത്തിക സഹായവും പുതിയ സാങ്കേതികവിദ്യകളും ലഭ്യമാക്കാൻ എളുപ്പമാണ്. അതായത്, ബിസിനസ് വലുതാക്കാൻ ആവശ്യമായ സാങ്കേതികവിദ്യ എന്താണെന്നും അത് എവിടെ നിന്ന് ലഭിക്കുമെന്നും മനസ്സിലാക്കാൻ പിന്തുണ ആവശ്യമാണ്. അറിവുള്ളവരോട് സഹായം ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. പലരും സഹായം ചോദിക്കുന്നത് ഒരു കുറച്ചിലായി അല്ലെങ്കിൽ ബലഹീനതയായി കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ സഹായം ചോദിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയാണ് കാണിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ലെന്നും എന്നാൽ അറിയുന്ന ആളുകൾ ഉണ്ടെന്നും സമ്മതിക്കാനുള്ള മനസ്സ് ബിസിനസിന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. ഇതിലൂടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, ബിസിനസ്സിൽ പ്രൊഫഷണലിസം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിന്തുണയ്ക്കായി നിക്ഷേപിക്കുന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് ലാഭത്തിനായുള്ള ഒരു വലിയ നിക്ഷേപമാണ്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. സഹായം ചോദിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. അത് നിങ്ങളെ മാനസികമായി സഹായിക്കുകയും ജോലിയോട് കൂടുതൽ താൽപ്പര്യം ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാവരും സഹായം തേടാറുണ്ട്, പിന്നെ എന്തിന് നിങ്ങൾ മടിക്കണം? ഇന്നത്തേക്ക് ഇത്രമാത്രം. നാളെ വ്യാഴാഴ്ച ഞാൻ വീണ്ടും വരും. വെള്ളിയാഴ്ച കൂടി ലൈവ് ഉണ്ടാകും. അതിനുശേഷം കുറച്ചു ദിവസം അവധിയായിരിക്കും. അടുത്ത തിങ്കളാഴ്ച ലൈവ് ഉണ്ടാവില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ കാണാം. ബൈ.